പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, മാരാനാത്ത യൂട്യൂബ് ചാനലിലൂടെ എല്ലാ ശനിയാഴ്ചകളിലും വിശുദ്ധ കുർബാനയ്ക്ക് ഒരുക്കമായിട്ടുള്ള സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും യേശു ക്രിസ്തുവിൻ്റെ പരിശുദ്ധ നാമത്തിൽ സ്നേഹവന്ദനം അറിയിക്കുന്നു. ഒപ്പം തന്നെ എല്ലാവരെയും ഒത്തിരി സ്നേഹത്തോടെ ഈ സംപ്രേഷണത്തിലേക്ക് സ്വാഗതം ചെയ്യുകയും ചെയ്യുന്നു. പ്രിയമുള്ളവരെ, അടുത്ത ദിവസത്തെ നാളത്തെ വിശുദ്ധ കുർബാനയ്ക്ക് ഇന്ന് സന്ധ്യ മുതലുള്ള ഒരുങ്ങണമെന്നുള്ളത് നമ്മുടെ അറിവും നമ്മുടെ ആഗ്രഹങ്ങളും ദൈവം മാനിക്കുന്നു. ദൈവത്തെ നമുക്ക് നന്ദിയോടെ സ്തുതിക്കാം. നമുക്കെങ്ങനെ ഒരു ശുശ്രൂഷ ക്രമീകരിച്ചു തന്ന ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ നമുക്ക് നന്ദിയോടെ ഓർക്കാം. ഒരു വാക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ അത്യധികമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ നിത്യനും വാഴ്ത്തപ്പെട്ടവനുമായ സ്വർഗീയ പിതാവേ, അവിടുത്തെ പുത്രനും ഞങ്ങളുടെ രക്ഷകനും നാഥനുമായ യേശു ക്രിസ്തുവിൻ്റെ പരിശുദ്ധ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെ നിറയ്ക്കണമേ, പരിശുദ്ധാത്മാവിനെ നയിക്കണമേ. ഏറ്റവും കൃത്യമായി, ഏറ്റവും സന്തോഷദായകമായ രീതിയിൽ ഈ വചനം കേൾക്കുവാനും ഈ വചനമനുസരിച്ച് ഞങ്ങളുടെ ജീവിതത്തെ ക്രമപ്പെടുത്തുവാനും ഇടയാകണമേ. ദൈവത്തെ ആരാധിക്കുന്നവർ സത്യത്തിലും ആത്മാവിലും ആരാധിക്കണമെന്ന് യോഹന്നാൻ്റെ സുവിശേഷം 4-ാം അധ്യായത്തിൻ്റെ 24-ാമത്തെ വാക്യം ഞങ്ങൾ ഓർക്കുന്നു. ഒരു സത്യ ആരാധന നടത്തുവാൻ, വിശുദ്ധിയുള്ള ആരാധന നടത്തുവാൻ ഞങ്ങളെല്ലാവരെയും സഹായിക്കുന്ന രീതിയിലേക്ക് ഈ വചന കേൾവി അനുഗ്രഹപ്രദമാക്കി തീർക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, സകല വിശുദ്ധന്മാരെ, ശുദ്ധിമതികളെ പ്രാർത്ഥിക്കണമേ. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, പെന്തക്കോസ്തിക്ക് ശേഷം വരുന്ന 7-ാമത്തെ ഞായറാഴ്ചയാണ് നാളത്തെ ഞായർ. അതിലിപ്രകാരമാണ് വചന ശുശ്രൂഷ ക്രമീകരിച്ചിരിക്കുന്നത്. സന്ധ്യയുടെ വായന വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 12-ാം അധ്യായത്തിൻ്റെ 30 മുതൽ 37 വരെ വാക്യങ്ങളാണ്. പ്രഭാതത്തിൻ്റെ വായന വിശുദ്ധ മത്തായിയുടെ സുവിശേഷം അതേ അധ്യായം തന്നെ 38 മുതൽ 50 വരെ വാക്യങ്ങളാണ്. ഈ രണ്ട് വായനകളും ഒരേ അധ്യായത്തിൽ തന്നെയുള്ള വാക്യങ്ങളായതുകൊണ്ട് നമുക്ക് ധ്യാനത്തിനായിട്ട് എളുപ്പമുണ്ടല്ലോ. വിശുദ്ധ കുർബാനയ്ക്ക് മുമ്പുള്ള പഴയ നിയമ വായനകൾ ലേവ്യ പുസ്തകം 16-ാം അധ്യായത്തിൻ്റെ 29 മുതൽ 34 വരെ വാക്യങ്ങൾ, 1 ശമൂവേൽ 4-ാം അധ്യായത്തിൻ്റെ 18 മുതൽ 22 വരെ വാക്യങ്ങൾ, ഹോശായ പ്രവാചകൻ്റെ പുസ്തകം 5-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 5 വരെ വാക്യങ്ങൾ, യെശയ്യാ പ്രവചനം 57-ാം അധ്യായത്തിൻ്റെ 15 മുതൽ 19 വരെയുള്ള വാക്യങ്ങൾ, വിശുദ്ധ കുർബാനയ്ക്കുള്ള വായനകൾ അപ്പോസ്തല പ്രവൃത്തി 4-ാം അധ്യായത്തിൻ്റെ 24 മുതൽ 31 വരെ വാക്യങ്ങൾ, എഫേസ്യർ 2-ന്റെ 11 മുതൽ 18 വരെ വാക്യങ്ങൾ, ഏവൻഗേലിയോൻ മർക്കോസിൻ്റെ സുവിശേഷം 3-ാം അധ്യായം 20 മുതൽ 30 വരെ വാക്യങ്ങൾ. പ്രിയപ്പെട്ടവരെ, ഈ മത്തായിയുടെ സുവിശേഷത്തിൽ നിന്നുള്ള 12-ാം അധ്യായത്തിൽ നിന്നുള്ള വായനകളും പ്രഭാതത്തിൻ്റെയും സന്ധ്യയുടെയും ഏവൻഗേലിയോനിലെ മർക്കോസിൻ്റെ സുവിശേഷത്തിൻ്റെ 3-ാം അധ്യായം 20 മുതൽ 30 വരെയുള്ള വാക്യങ്ങളും ഏകദേശം ഒരേ കാര്യങ്ങളാണ് അവിടെ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ധ്യാനിക്കുന്നത് സുവിശേഷത്തിൽ നിന്ന് 3-ാം അധ്യായത്തിൻ്റെ മർക്കോസിൻ്റെ സുവിശേഷം 3-ന്റെ 20 മുതൽ 30 വരെ വാക്യങ്ങളാകാം എന്ന് ആഗ്രഹിക്കുകയാണ്. സമയത്തിൻ്റെ കുറവ് കൊണ്ട് നമ്മൾ സന്ധ്യാവായനയിൽ നിന്നും പ്രഭാത വായനയിൽ നിന്നും അതിൻ്റെ ധ്യാനത്തിൽ നിന്നും നമ്മൾ മുന്നോട്ട് പോവുകയാണ്. നിങ്ങൾ വായിച്ച് നിങ്ങൾക്ക് ഈ 3 സുവിശേഷത്തിൽ നിന്നുള്ളത് ഒരേ കാര്യമായതുകൊണ്ട് പഠിക്കാൻ എളുപ്പമുണ്ടല്ലോ. അത് ജീവിതത്തിലാകുവാൻ ദൈവം നമുക്കിടയാകട്ടെ. ഒരു വാക്കും കൂടി നമുക്ക് പ്രാർത്ഥിച്ച് ശുശ്രൂഷ ആരംഭിക്കാം. വേദവാക്യങ്ങൾ ഞങ്ങൾക്കാദായമാകാൻ വേദനാഥനേ നിൻ്റെ ജ്ഞാനം നൽകുകയും സന്തോഷം സദാ ഞങ്ങൾ ചിന്തയിൽ വാഴാൻ സന്തോഷത്തെ ഞങ്ങൾക്കിന്നു ദാനം ചെയ്യുകയും. കാരുണ്യവാനായ കർത്താവേ, ഈ വചനം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അനേകരെ ഈ വചന ശുശ്രൂഷയ്ക്കായിട്ട് ഒരുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു.
ബലഹീനായ ഞാൻ അധരം തുറക്കുമ്പോൾ കർത്താവെ എൻ്റെ അധരത്തിലൂടെ അങ്ങ് സംസാരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ നന്മകളാലും ഐശ്വര്യങ്ങളാലും നിറയ്ക്കണമേ, യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ. പ്രിയമുള്ളവരെ, നമുക്ക് പഴയ നിയമ വായനയിലേക്ക് കടന്ന് മുമ്പോട്ട് പോകാം. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, പഴയ മത്തായിയുടെ സുവിശേഷത്തിലുള്ള സന്ധ്യയുടെയും പ്രഭാതത്തിൻ്റെയും വിശുദ്ധ കുർബാനക്കുള്ള ഏവൻഗേലിയൻ്റെ വായന ഏകദേശം ഒന്ന് തന്നെ ആയതുകൊണ്ട് നമുക്ക് ഏവൻഗേലിയൻ വായനയുടെ സമയത്തുള്ള ധ്യാനത്തിലേക്ക് അന്നേരം കടക്കാം. ഇപ്പോൾ നമ്മൾ പഴയ നിയമത്തിലൂടെ മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുകയാണ്. ലേവ്യർ പുസ്തകം 16-ാം അധ്യായത്തിൻ്റെ 29 മുതൽ 34 വരെ വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ അവിടെ കാര്യമായിട്ട് കർത്താവ് പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, നമ്മളുടെ പാപങ്ങൾ നമ്മൾ ശുദ്ധീകരിക്കപ്പെടുന്നതിന് വേണ്ടിയുള്ള പരിഹാര കാര്യങ്ങളൊക്കെ ചെയ്യണമെന്ന് പറയുന്നു. പരിഹാര ബലിയർപ്പിക്കണം, ഉപവസിക്കണം എന്ന കാര്യങ്ങളൊക്കെയാണ് കർത്താവ് അവിടെ പറയുന്നത്. ആ ദിവസത്തിന് പാപപരിഹാര ദിനം എന്നാണ് പറയുന്നത്, പാപപരിഹാര ദിനം. അതുകൊണ്ട് പ്രിയമുള്ളവരെയും നമുക്ക് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അനുഷ്ഠിച്ചു പോരുന്നതും എന്നാൽ ഇനി ആരെങ്കിലുമൊക്കെ അങ്ങനെ അനുഷ്ഠിക്കാതിരിക്കുന്നുണ്ടെങ്കിൽ അവർക്കും കൂടി വേണ്ടി പറയുന്നതാണ്, ഈ ദൈവവചനം അനുസരിച്ച് നമ്മളിൽ സാത്താൻ്റെ പ്രവർത്തനങ്ങൾ വിട്ടുപോകണമെങ്കിൽ നാം ഉപവസിച്ച് പ്രാർത്ഥിക്കണം. യേശു തന്നെ പറഞ്ഞിരിക്കുന്ന കാര്യമാണ് ഉപവസിച്ച് പ്രാർത്ഥിക്കണമെന്നുള്ളത്. അതുകൊണ്ട് നമുക്ക് ദൈവകൃപയിൽ നിന്ന് മുന്നോട്ട് ദൈവകൃപയിലൂടെ മുന്നോട്ട് പോകാനായിട്ട് നമുക്ക് ശ്രമിക്കാം. ഇത് എന്നേക്കുമുള്ള നിയമമാണെന്നാണ് 32-ാമത്തെ വാക്യത്തിൽ പറയുന്നത്, എന്നേക്കുമുള്ള നിയമമാണെന്ന്. അപ്പോൾ ഇത് എന്നേക്കുമുള്ള നിയമമായതുകൊണ്ട് നമ്മൾ അത് വളരെ ശ്രദ്ധിച്ച് മുന്നോട്ട് പോകേണ്ട ഒരു ആവശ്യമുണ്ടല്ലോ. പാപമോചനം കിട്ടുന്നതിന്, ദൈവവചനം അനുസരിച്ച് ജീവിക്കുന്നതിന് പാപപരിഹാര ബലികളും പിന്നെ എന്താ പറയുന്നത്, വിശുദ്ധ നോമ്പും ഉപവാസമൊക്കെ നമ്മുടെ ജീവിതത്തിൽ ആവശ്യമാണെന്ന് എഴുതിയിരിക്കുക. ഇല്ലെങ്കിലുള്ള പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ അത് 2-ാമത്തെ ഭാഗത്ത് നമുക്ക് കാണാനായിട്ട് കഴിയും. 1 ശമൂവേൽ 4-18 മുതൽ 22 വരെ വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ വലിയൊരു ദുരന്തമാണ് കാണിക്കുന്നത്. ആർക്കാണ് ദുരന്തമെന്ന് ചോദിച്ചാൽ ഏലിയുടെ ജീവിതത്തിൽ വന്ന ഒരു ദുരന്തമാണ്. ഏലി പുരോഹിതൻ അദ്ദേഹം ഇരുന്ന പീഠത്തിൽ നിന്ന് മറിഞ്ഞു വീണ് കഴുത്തൊടിഞ്ഞ് മരിക്കുകയും അദ്ദേഹത്തിൻ്റെ മകൻ്റെ ഭാര്യ പ്രസവ സമയം അടുത്തിരുന്നതായതുകൊണ്ട് ഈ ദുരന്തങ്ങളൊക്കെ കേട്ട് ഭാര്യ പ്രസവിക്കുകയും വളരെ ഒരു സങ്കടാവസ്ഥയിലായിത്തീരുകയും ചെയ്യുന്ന സംഭവമാണ്. എന്താണ് അവിടെ ദുരന്തമെന്ന് വെച്ചാൽ, ഫെലിസ്ത്യർ ഇസ്രായേലിനെതിരെ യുദ്ധത്തിന് വന്നു. ഏലി പുരോഹിതൻ്റെ മക്കളായ ഹോഫ്നിയും ഫിനെഹാസും യുദ്ധത്തിൽ കൊല്ലപ്പെട്ടു. ദൈവത്തിൻ്റെ വാഗ്ദാന പേടകം ഫെലിസ്ത്യർ കൈക്കലാക്കി. ഇങ്ങനെയുള്ള വാർത്തകളൊക്കെ കേട്ടപ്പോൾ പ്രവാചകൻ പുരോഹിതൻ അബോധാവസ്ഥയിലായി വീണ് മരിക്കുകയാണ്. അങ്ങനൊരു പ്രശ്നം അവരുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ കാരണം അവർക്ക് ഈ മുൻപ് പറഞ്ഞ നിയമങ്ങളൊന്നും അവർ പാലിച്ചിരുന്നില്ല എന്ന് അതിൻ്റെ 1 ശമൂവേൽ 2-ാം അധ്യായം തുടങ്ങി നമുക്ക് വായിക്കുമ്പോൾ മനസ്സിലാക്കും. ദൈവത്തിന് അർപ്പിക്കേണ്ട ബലിവസ്തുക്കളൊക്കെ ഈ പുരോഹിതൻ്റെ മക്കൾ ഈ ഹോഫ്നിയും ഫിനെഹാസും അവർക്ക് യഥേഷ്ടം എടുത്തു കഴിച്ചിരുന്നുവെന്നും പുരോഹിതൻ അവരോട് നിങ്ങൾ ചെയ്യുന്നത് തെറ്റാണെന്ന് പറഞ്ഞു കൊടുത്തിട്ടും അവരതൊന്നും അംഗീകരിക്കുകയൊന്നും ചെയ്തില്ല എന്നും ഒക്കെ ഉള്ള കാര്യങ്ങൾ ഈ പുരോഹിതനോട് ശമൂവേൽ ബാലനിലൂടെ ദൈവം പറഞ്ഞിട്ടുണ്ടായിരുന്നു. നിൻ്റെ മക്കൾക്ക് ഇന്ന ദോഷങ്ങളൊക്കെ സംഭവിക്കുമെന്ന്. അപ്പോൾ അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ കുടുംബ ജീവിതത്തിൽ, വ്യക്തി ജീവിതത്തിൽ ദൈവത്തിൽ നിന്ന് ദോഷങ്ങളില്ലാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കേണ്ടതും പ്രായശ്ചിത്തം കഴിക്കേണ്ടതും. നമുക്കറിയാം, ഇപ്പോൾ ജോബിൻ്റെ പുസ്തകത്തിലൊക്കെ നമ്മൾ വായിച്ചു കേട്ടിട്ടുണ്ട്. ജോബിൻ്റെ മക്കൾ വിരുന്നൊക്കെ നടത്തുമ്പോൾ
അവർ ദൈവത്തിനെതിരായി പാപം ചെയ്തിട്ടുണ്ടോ എന്ന് അറിയില്ല എന്നും പറഞ്ഞുകൊണ്ട് ജോബ് അവർക്കെതിരെ അവർക്ക് ദൈവത്തിൻ്റെ അനുകൂലം കിട്ടുന്നതിന് വേണ്ടി അവർ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവരുടെ അറിവില്ലായ്മയിൽ നിന്നാണ് ദൈവത്തിന് പാപപരിഹാര ബലിയൊക്കെ അർപ്പിക്കുന്നതുണ്ട്. ഇതുപോലെ നമ്മുടെ മക്കളും എല്ലാ കാര്യങ്ങളും ഒരുപക്ഷെ നമ്മൾ പറഞ്ഞാൽ അനുസരിക്കണമെന്നില്ല. അവർ ദൈവത്തിനെതിരെ ഒക്കെ പ്രവർത്തിക്കും. പക്ഷേ ഈ കാര്യങ്ങളെല്ലാം അറിഞ്ഞിട്ട് നമ്മൾ ഒന്നും മിണ്ടാതിരിക്കുകയോ നമ്മൾ അതിനെക്കുറിച്ച് അനുദപിക്കുകയോ പശ്ചാത്തപിക്കുകയോ ചെയ്യുന്നില്ലെങ്കിൽ വലിയ ദോഷമാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മളുടെ ഭാഗത്തു നിന്ന് എന്ത് വീഴ്ച ഉണ്ടായാലും നമ്മൾ അപ്പാപ്പ ദൈവത്തോട് പറഞ്ഞ് നമ്മളെയും നമ്മുടെ മക്കളെയും മോചിപ്പിക്കണം. നമുക്ക് മോചനം കിട്ടണം. അതുകൊണ്ട് അവിടെ ആ രീതിയിലാണ് പറയുന്നത്. നമ്മൾക്ക് ഏലിയുടെ മരണവും ഏലിയുടെ മക്കളുടെ മരണവും കേട്ടപ്പോൾ ഏലിയുടെ മരുമകൾക്ക് പ്രസവ സമയമായിട്ടില്ലെങ്കിലും ആ വാർത്ത കേട്ട് അവൾ ഞെട്ടി പ്രതിസന്ധിയിലാവുകയും ആ കുടുംബത്തിൽ ഒത്തിരി പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞാൽ അവിടെ ഏലിയുടെ 2 മക്കളും മരിച്ചു, ഏലി പുരോഹിതനും മരിച്ചു. പക്ഷെ അപ്പോൾ തന്നെ ആ വീട്ടിൽ അശുഭമായ ഒരു കാര്യമാണ് അവർ കേട്ടത്, ദുഃഖത്തിൻ്റെ ഒരു വാർത്തയാണ് കേട്ടതെങ്കിലും അവരുടെ ചുറ്റുപാടുമുള്ളവർ ആ സ്ത്രീയെ ആശ്വസിപ്പിച്ചു. നിനക്ക് സന്തോഷിക്കാനുള്ളൊരു വകയുണ്ട്, നിനക്കൊരു ആൺകുഞ്ഞുണ്ടായിരുന്നു. പക്ഷെ അവൾക്ക് സന്തോഷിക്കാൻ പറ്റിയില്ല. അപ്പം നമ്മളുടെ കുടുംബത്തിൽ ദൈവത്തിൻ്റെ പ്രശ്നങ്ങൾ, ദൈവം അനുവദിച്ചിരിക്കുന്ന പ്രതിസന്ധികൾ, നാം മുഖാന്തരം ഉണ്ടാക്കി വച്ചിരിക്കുന്ന പാപത്തിൻ്റെ ഫലമായിട്ട് അവിടെ നിലനിൽക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ എത്ര നന്മകളുണ്ടായാലും നമുക്ക് ആ നന്മകളിൽ സന്തോഷിക്കാൻ പറ്റുകയില്ല. നമ്മുടെ ഈ ദുഃഖമാണ് നമ്മളെപ്പോഴും അലട്ടിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് നമ്മുടെ പൂർവിക പാപങ്ങൾ, നമ്മുടെ മാതാപിതാക്കന്മാർ, നമ്മുടെ സഹോദരങ്ങൾ, ബന്ധുക്കൾ, ഇങ്ങനെയുള്ളവരുടെ ജീവിതത്തിലൂടെയൊക്കെ നമ്മുടെ കുടുംബത്തിലേക്ക് വന്നിട്ടുള്ള പാപശാപങ്ങളൊക്കെ വിട്ടുമാറാൻ വേണ്ടി നമ്മൾ നിരന്തരം പ്രാർത്ഥിക്കണം, ഉപവസിക്കണം. ഇനി അടുത്ത വായന ഹോശയ പ്രവാചകൻ്റെ പുസ്തകം 5-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 5 വരെ വാക്യങ്ങൾ. ആ ഭാഗം നമ്മൾ വായിക്കുമ്പോൾ പ്രിയമുള്ളവർ, പുരോഹിതന്മാരെ കേൾക്കുക, ഇസ്രായേൽ ഭവനമേ ശ്രദ്ധിക്കുക, രാജകുടുംബമേ ശ്രവിക്കുക, നിങ്ങളുടെ വിധി പ്രസ്താവിച്ചിരിക്കുന്നു പറഞ്ഞുകൂടെ തുടങ്ങുന്നത്. അപ്പോൾ പുരോഹിതന്മാർ അന്നത്തെ 3 വിഭാഗത്തിൽപ്പെട്ടവരോടും പറയുകയാണ്. ഒന്ന്, പുരോഹിതന്മാർ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവരാണ്. ഇസ്രായേൽ ജനം ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവരാണ്. രാജകുടുംബം ഇസ്രായേൽ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവരാണ്. അപ്പോൾ ഈ 3 കൂട്ടരും ഒരുപോലെ തെറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് നിങ്ങളുടെ മേൽ വിധി പ്രസ്താവിച്ചിരിക്കുന്നു പറഞ്ഞുകൂടെ തുടങ്ങുന്നത്. അപ്പോൾ പ്രിയമുള്ളവരെ, ഈ 3 കൂട്ടരും ഒരുപോലെ തെറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പോൾ പശ്ചാത്തപിക്കുന്നില്ലെങ്കിൽ എന്തായിരിക്കാം പ്രശ്നമെന്ന് നമ്മൾ ഊഹിച്ചെടുക്കുക. അതുകൊണ്ട് പശ്ചാത്താപത്തിൻ്റെ ആഹ്വാനമാണ് അവിടെ പറയുന്നത്. അങ്ങനെ പശ്ചാത്തപിച്ച് വന്നാൽ അതിൻ്റെ 4-ാമത്തെ വായന യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകത്തിൽ നിന്നാണ്. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകത്തിലുള്ള വായനയിൽ വളരെ വ്യക്തമായിട്ട് കർത്താവ് പറയുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അനുദപിക്കുന്നവരോട് കൂടെ ഇരിക്കുന്ന ദൈവത്തെയാണ് അവിടെ കാണിക്കുന്നത്. യെശയ്യാ പ്രവചനം 57-ാം അധ്യായത്തിൻ്റെ 15 മുതൽ 19 വരെ വാക്യങ്ങൾ. 15 മുതൽ 19 വരെ വാക്യങ്ങൾ നമ്മളൊന്ന് വായിച്ചു നോക്കാം. അത്യുന്നതനും മഹത്വപൂർണനുമായവൻ അനന്തതയിൽ വസിക്കുന്ന പരിശുദ്ധൻ എന്ന നാമം വഹിക്കുന്നവൻ അരുളി ചെയ്യുന്നു. ആ വാക്കുകളൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. അത്യുന്നതനും മഹത്വപൂർണനുമായവൻ അനന്തതയിൽ വസിക്കുന്ന പരിശുദ്ധൻ എന്ന് നാമം വഹിക്കുന്നവൻ അരുളി ചെയ്യുന്നു. ഞാൻ ഉന്നതമായ വിശുദ്ധ സ്ഥലത്ത് വസിക്കുന്നു. അനുതാപികളുടെ ഹൃദയത്തെയും വിനീതരുടെ ആത്മാവിനെയും നവീകരിക്കാൻ ഞാൻ അവരോട് കൂടെ വസിക്കുന്നു. കണ്ടോ, എത്ര ഉയരത്തിലിരിക്കുന്ന ഒരു ദൈവ മഹത്വമാണ്, ഒരു ദൈവ സന്നിധിയാണ് അനുദപിക്കുന്ന പാപികളോടൊത്ത്, അല്ലെങ്കിൽ അനുദപിക്കുന്ന ആളുകളുടെ ഹൃദയത്തെയും വിനീതരുടെ ആത്മാവിനെ നവീകരിക്കുവാൻ വേണ്ടി കൂടെ വസിക്കുന്നതെന്നറിയാമോ? അത്രമാത്രം സ്നേഹമാണ്. നമ്മൾ മുൻപറഞ്ഞ ഈ പ്രതിസന്ധികളും ശിക്ഷണങ്ങളൊക്കെ ഉണ്ടായി എങ്കിലും ദൈവത്തിൻ്റെ മനസ്സിൽ അത് സങ്കടമാണ്. ദൈവത്തിന് നമ്മളെ ശാസിക്കുന്നതോ ശിക്ഷിക്കുന്നതോ ഒട്ടും ഇഷ്ടമല്ല. ദൈവത്തിനത് ഭയങ്കര സങ്കടമാണ്. അപ്പം നമ്മളെ ശാസിക്കുകയോ ശിക്ഷിക്കുകയോ ദൈവം ചെയ്യുന്നുണ്ടെങ്കിൽ അത് വലിയ സങ്കടത്തോടു കൂടിയാണ്. പിന്നെ ദൈവം
എന്താ പറയുന്നത്, മാറി നിന്ന് ദൈവം സ്വയം കരയുകയായിരിക്കും, എനിക്കങ്ങനെ ചെയ്യേണ്ടി വന്നല്ലോ. അത്രമാത്രം സ്നേഹമാണ് ദൈവത്തിന് നമ്മളോട്. അതുകൊണ്ടാണ് യെശയ്യാ പ്രവാചകനിലൂടെ ദൈവം പറയുന്നത്, അനുതപിക്കുന്നവരോട് കൂടെ വസിക്കുന്നവനാണ് ഞാൻ. എന്നിട്ട് പറയുന്ന ഒരു കാര്യമുണ്ട്, ഞാൻ 16-ാമത്തെ, ഞാൻ എന്നേക്കും കുറ്റം ആരോപിക്കുകയോ കോപിക്കുകയോ ഇല്ല. എന്നേക്കും കുറ്റം ആരോപിക്കുകയോ കോപിക്കുകയോ ഇല്ല. കാരണം എന്നിൽ നിന്നാണ് ജീവൻ പുറപ്പെടുന്നത്, ഞാനാണ് ജീവശ്വാസം നൽകിയത്. കണ്ടോ, എന്നിൽ നിന്നാണ് ജീവൻ പുറപ്പെടുവിക്കുന്നത്, ഞാനാണ് ജീവശ്വാസം നൽകിയത്. ഹല്ലേലൂയ. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ജീവൻ പുറപ്പെടുന്നത് ദൈവത്തിൽ നിന്നായതുകൊണ്ട്, ആ ജീവശ്വാസം ഊതിയത് ദൈവമായതുകൊണ്ട് ദൈവത്തിനൊരിക്കലും ഈ മനുഷ്യനെ നശിപ്പിക്കാൻ ആഗ്രഹമില്ല. അതുകൊണ്ട് ആ ദൈവത്തോടുള്ള വലിയ സ്നേഹത്തോടെ നമ്മൾ തിരിച്ചു വരണം പ്രിയമുള്ളവരെ. അതുപോലെ തന്നെ ഇങ്ങനെ നമ്മൾ അടുത്ത വാക്യം വായിക്കുന്നത്, അവൻ്റെ ദുഷ്ടമായ അത്യാഗ്രഹ നിമിത്തം ഞാൻ കോപിച്ചു എന്നാണ്. മനുഷ്യൻ്റെ ദുഷ്ടമായ അത്യാഗ്രഹ നിമിത്തം ഞാൻ കോപിച്ചു, എൻ്റെ കോപത്തിൽ ഞാൻ അവനെ ശിക്ഷിക്കുകയും അവനിൽ നിന്ന് മുഖം തിരിക്കുകയും ചെയ്തു. കണ്ടോ, എൻ്റെ കോപത്തിൽ ഞാൻ അവനെ ശിക്ഷിക്കുകയും അവനിൽ നിന്ന് മുഖം തിരിക്കുകയും ചെയ്തു, എന്നിട്ടും അവൻ തന്നിഷ്ടം കാട്ടി. അപ്പോൾ ഈ ശിക്ഷണം എന്തിനു വേണ്ടിയായിരുന്നു? തിരിയുന്നതിന് വേണ്ടിയായിരുന്നു, മാനസാന്തരപ്പെടുന്നതിന് വേണ്ടിയായിരുന്നു. പക്ഷേ സാധിച്ചില്ല. എന്നിട്ടും അവൻ തന്നിഷ്ടം കാട്ടി പിഴച്ച വഴി തുടർന്നു എന്ന ബൈബിൾ പറയുന്നത്. ഞാൻ അവൻ്റെ വഴികൾ കണ്ടു, എങ്കിലും ഞാൻ അവനെ സുഖപ്പെടുത്തും. കണ്ടോ, അത്രമാത്രം സ്നേഹം. ഞാൻ അവനെ സുഖപ്പെടുത്തും, അവനെ കൊണ്ടുപോയി ആശ്വസിപ്പിക്കും. അവനെ പ്രതി വിലപിച്ചവരുടെ അധരങ്ങളിൽ നിന്നും കീർത്തനങ്ങൾ ഉയരാനിടയാകും. ഈ കാലഘട്ടത്തിലൊക്കെ എത്രയോ ആളുകളാണ് സാക്ഷ്യം പറയുന്നത്, എത്ര മാതാപിതാക്കന്മാരാണ് സാക്ഷ്യം പറയുന്നത്. എൻ്റെ മകനെക്കുറിച്ച്, എൻ്റെ മകളെക്കുറിച്ച്, എൻ്റെ ഭർത്താവിനെക്കുറിച്ച്, എൻ്റെ ഭാര്യയെക്കുറിച്ച്, എൻ്റെ മാതാപിതാക്കന്മാരെക്കുറിച്ച്, എൻ്റെ സഹോദരങ്ങളെക്കുറിച്ചൊക്കെ ഞാൻ എത്രയോ കരഞ്ഞു. നേരെ ചൊവ്വേ വരണേ, നേരെ ചൊവ്വേ വരണമേ എന്നൊക്കെ. ആ കരച്ചിലിനൊക്കെ മറുപടിയായി, ആ കരച്ചിലിനൊക്കെ സമാധാനം കിട്ടി എന്ന് ദൈവം പറയുകയാണ്. ഞാൻ അവരെ സുഖപ്പെടുത്തും, അവനെ കൊണ്ട് അവനെ പ്രതി വിലപിച്ചവരുടെ അധരങ്ങളിൽ നിന്ന് കീർത്തനങ്ങൾ ഉയരുവാനിടയാക്കും. ദൈവമേ, എന്നെ നീ സഹായിച്ചതിനായി, എൻ്റെ മകനെ സംരക്ഷിച്ചതിനായി, എൻ്റെ കുടുംബത്തെ നീ കാത്ത് പരിപാലിച്ചതിനായി സ്തോത്രം എന്ന് പറയുന്ന സ്തുതികൾ ഉയരും പ്രിയമുള്ളവർ. എന്നിട്ട് പറയുന്ന കർത്താവ് അരുളി ചെയ്യുന്നു, സമാധാനം ദൂരസ്ഥർക്കും സമീപസ്ഥർക്കും സമാധാനം, ഞാൻ അവനെ സുഖപ്പെടുത്തും. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മൾ മനം തിരിഞ്ഞു വരേണ്ടത് വളരെയേറെ നമുക്ക് ആവശ്യമാണ്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന ദൈവജനമേ, ദൈവമക്കളെ, ഈ മനം തിരിവ് വളരെ അത്യാവശ്യമാകയാൽ നമുക്കത് ആവശ്യമാണ്. അടുത്ത ഭാഗത്തിലേക്ക് നമ്മൾ പെട്ടെന്ന് കിടക്കുകയാണ്. അപ്പോസ്തല പ്രവൃത്തി 4-ാം അധ്യായത്തിൻ്റെ 24 മുതൽ 31 വരെ വാക്യങ്ങളിലാണ് നമ്മൾ ലേഖനം വായിക്കുന്നത്. വലതുവശത്തെ ലേഖനം വായിക്കുന്നത്. അവിടെ വിശ്വാസികൾ ധൈര്യത്തിനായി പ്രാർത്ഥിക്കുന്ന ഭാഗമാണ്. വിശ്വാസികൾ ക്രിസ്തുവിനെക്കുറിച്ച് ശിഷ്യന്മാർ പ്രസംഗിക്കാൻ തുടങ്ങിയപ്പോൾ അവരെ ഉപദ്രവിച്ചു. യഹൂദന്മാർ, പരീശന്മാർ, ശാസ്ത്രിമാരൊക്കെ ഉൾപ്പെടുന്ന പുരോഹിത സംഘം അവരെ ഉപദ്രവിക്കുകയും വലിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുകയും ചെയ്തപ്പോൾ അവരെ സുവിശേഷ പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ നന്മ ചെയ്യുന്നതിന് വേണ്ടി അവർ ധൈര്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന സ്ഥലത്ത്, അവരിരുന്ന സ്ഥലത്ത് കുലുക്കമുണ്ടായി, പരിശുദ്ധാത്മാവ് അവരുടെ മേൽ വന്ന് ബലപ്പെട്ടു എന്നാണ് നമ്മൾ വായിക്കുന്നത്. അപ്പോൾ പരിശുദ്ധാത്മാവ് വന്ന് ബലപ്പെടുത്തക്കവണ്ണമുള്ള, നമ്മളെ അസ്വസ്ഥപ്പെടുത്തുന്ന ഏത് ഭയമാണോ നമുക്ക് ഉള്ളത്, ആ കാര്യത്തെ പ്രതി നമ്മൾ ദൈവത്തെ സ്തുതിക്കണം. മനുഷ്യരാണോ നമ്മളെ ഭയപ്പെടുത്തുന്നത്? പ്രകൃതിയാണോ നമ്മളെ ഭയപ്പെടുത്തുന്നത്? വന്യജീവികളാണോ നമ്മെ ഭയപ്പെടുത്തുന്നത്? ഏതാണോ നമുക്ക് സന്തോഷപ്രദമായ ഒരു ജീവിതം ക്രിസ്തു യേശുവിൽ നയിക്കാൻ പറ്റാതെ വരുന്നത്, ആ ജീവിതത്തിൻ്റെ പ്രതിസന്ധി ഏതാണോ ആ പ്രതിസന്ധിയെ സമർപ്പിച്ച് സ്തുതിക്കുക. ഇവർ അങ്ങേക്കെതിരെ രാജാക്കന്മാരും പുരോഹിതന്മാരും ഒക്കെ ഒത്തൊരുമിച്ചതെന്തെന്ന് ചോദിച്ചുകൊണ്ടാണ് പ്രാർത്ഥിക്കുന്നത്. അതുകൊണ്ട് പ്രിയമുള്ളവർ, ധൈര്യത്തിനായി പ്രാർത്ഥിക്കുമ്പോൾ അവിടെ വലിയ ശക്തി വന്നിറങ്ങി എന്നുള്ളതാണ്. രണ്ടാമത്തെ ലേഖനത്തിൻ്റെ വായന എഫേസ്യ ലേഖനം, അത് വളരെ വിചിന്തനത്തിന് വിധേയമാകേണ്ട ഒരു ഭാഗമാണ്. സമയത്തിൻ്റെ കുറവ് കൊണ്ട് എങ്ങനെ പറയാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. അത് എഫേസ്യ ലേഖനം പറയുന്നത് ക്രിസ്തുവിൽ നമ്മളെല്ലാവരും
എന്താ പറയണേ, ഒന്നാകണമെന്നാണ്. വളരെ വ്യക്തമായിട്ട് പറയുകയാണ്, ക്രിസ്തുവിൽ നമ്മളെല്ലാവരും ഒന്നാകണം. 2 അധ്യായം 11 മുതൽ വാക്യങ്ങൾ 18 വരെയുള്ള വാക്യങ്ങൾ. ഇവിടെ യേശുക്രിസ്തുവിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടവരാണ് നമ്മൾ. എല്ലാവരും ഇനി ജാതിയുടെ പേരിലോ മറ്റ് ഒന്നിൻ്റെ പേരിൽ മാറ്റി നിർത്തപ്പെടരുതെന്നുള്ള ഒരു ആഹ്വാനമാണിത്. 14 വാക്യത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട്, വേർപാടിൻ്റെ നടിച്ചുവർ ഇടിച്ചു കളഞ്ഞു എന്ന്. വേർപാടിൻ്റെ നടിച്ചുവർ ഇടിച്ചു കളഞ്ഞു. ഈ വേർപാടിൻ്റെ നടിച്ചുവർ ഇടിച്ചു കളയുന്നു എന്ന് നമ്മൾ വായിക്കുമ്പോൾ യഹൂദരുടെയും പുറജാതികളുടെ ഇടയിൽ യെരുശലേം ദേവാലയത്തിൻ്റെ അകത്തൊരു ഒരു ഭിത്തി ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. യെരുശലേം ദേവാലയത്തിലെ വിജാതിയർക്കുള്ള പുറത്തെ പ്രാകാരത്തിൽ നിന്ന് യഹൂദർക്കുള്ള അകത്തെ പ്രാകാരത്തെ വേർതിരിക്കുന്ന മതിലാണ് ഈ നടിച്ചുവറെന്ന് പറയുന്നത്. യഹൂദന്മാരെല്ലാം അകത്തെ പ്രാകാരത്തിൽ നിൽക്കുന്നു, പുറജാതികളെല്ലാം പുറത്തെ പ്രാകാരത്തിൽ നിൽക്കുന്നു. അപ്പോൾ ഇവരെ എന്താ പറയുക, കൂട്ടിമുട്ടിക്കാതെ നിർത്തുന്ന ഇടമാണ് ഈ ചുവര്. അതെടുത്ത് ഇടിച്ചു കളഞ്ഞു എന്നാണ് പറയുന്നത്, യേശു പറയുന്നത്, അല്ലെങ്കിൽ പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്. വിജാതിയർക്കുള്ള പുറത്തെ പ്രാകാരത്തിൽ നിന്ന് യഹൂദർക്കുള്ള അകത്തെ പ്രാകാരത്തെ വേർതിരിക്കുന്ന മതിലാണ് ഈ നടിച്ചുവർ. പുറജാതികൾ ആ മതിൽക്കെട്ടിനുള്ളിൽ പ്രവേശിച്ചുകൂടാ എന്ന പ്രഖ്യാപനം ഉണ്ടായിരുന്നു പറയുന്നത്. അവിടെ ആ മതിലിൽ എബ്രായ ഭാഷയിലും ഗ്രീക്ക് ഭാഷയിലും എഴുതിയിരുന്നു, പ്രജാതികൾ ആ മതിലിനപ്പുറത്ത് കടക്കരുതെന്ന്. യഹൂദരും പ്രജാതികളും തമ്മിലുള്ള ശത്രുതയുടെ പ്രതീകമാണ് ഈ വേർപാടിൻ്റെ നടിച്ചുവർ. അതാണ് യേശു എടുത്തു കളഞ്ഞത്. പ്രിയമുള്ളവരെ, മനുഷ്യവർഗം യഹൂദരെന്നും പ്രജാതികളെന്നും രണ്ടായി വിഭജിക്കപ്പെട്ട് കിടന്നിരുന്നതിനെ യേശുക്രിസ്തു ഒന്നാക്കി തീർത്തു. ദൈവത്തിൻ്റെ അതിവാസസ്ഥാനം ഈ മതിൽക്കെട്ടിനകത്ത്, ദൈവാലയത്തിനകത്തുള്ള അതിവിശ്വസ്ത സ്ഥലമാണെന്ന് യഹൂദർ വിശ്വസിച്ചിട്ടുണ്ട്. യഹൂദർക്ക് മാത്രമേ അവിടെ കയറാനുള്ള അധികാരമുള്ളൂ എന്ന, അല്ലെങ്കിൽ യഹൂദർക്ക് മാത്രമേ അവിടെ പ്രവേശിക്കാൻ കഴിയൂ എന്ന ഒരു വിചാരം അവരുടെ ജീവിതത്തിലുണ്ടായിരുന്നു. നമുക്ക് യോഹന്നാൻ്റെ സുവിശേഷം 4 അധ്യായം വായിക്കുമ്പോൾ ഇതിൻ്റെ ഏകദേശ കാര്യങ്ങളൊക്കെ നമുക്ക് അതിനകത്ത് മനസ്സിലാവും. കാരണം ആ ശമരിയ സ്ത്രീ പറയുന്നുണ്ട്, നീ യഹൂദനായിരിക്കെ ഞാൻ ശമരിയക്കാരിയായിരിക്കെ നമ്മൾ തമ്മിൽ സമ്പർക്കമൊന്നുമില്ലല്ലോ എന്ന് പറയും. അങ്ങനെ പറയുകയും എന്നാൽ കിണറ്റിൽ വെള്ളം കുടിക്കുന്ന കാര്യങ്ങളെല്ലാം പറഞ്ഞു കഴിയുമ്പോൾ ഈ കിണർ ഞങ്ങൾക്ക് തന്നത് അബ്രാഹാമാണെന്നും ഞങ്ങൾക്ക് തന്നത് യാക്കോബാണെന്നും, ഞങ്ങൾക്ക് ഈ കിണർ തന്ന യാക്കോബിനേക്കാൾ വലിയവനാണോ നീ എന്ന് ആ സ്ത്രീ ചോദിക്കുന്നുണ്ട്. പിന്നെ ആ സ്ത്രീ പറയുന്നത് മെസ്സിഹ വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്നൊക്കെ പറയുന്നു. അപ്പോൾ യഹൂദന്മാരല്ലാത്ത യഹൂദ മത അനുസാരികൾ എന്ന് പറയുന്ന ഒരു വിഭാഗമുണ്ടായിരുന്നല്ലോ, അവരെയാണ് പ്രജാതികളെന്ന് വിളിച്ചിരിക്കുന്നത്. അവർ യെരുശലേം ദേവാലയത്തിനെയും അല്ലെങ്കിൽ ദൈവത്തിൻ്റെ കൽപ്പനകളെല്ലാം വിശ്വസിച്ചിരുന്നു. പക്ഷേ അവരത്രമാത്രം ഇതിനെ ആരാധിക്കുക മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യുക കുറവായിരുന്നു എന്ന് ആ സ്ത്രീ പറയുമ്പോൾ നമുക്ക് മനസ്സിലാകും. അവർ മലയിലൊക്കെ ആരാധിച്ചു പോന്നു എന്നാണ്. കാരണം ഈ ഒരു ജാതീയത അവിടെ നിലനിന്നിരുന്നു, ഈ ഒരു അകറ്റൽ, ഈ ഒരു വിടവ്. അപ്പോൾ പ്രിയമുള്ളവരെ, പുറജാതികൾ യഹൂദന്മാരാൽ ആക്ഷേപിക്കപ്പെട്ട് പുച്ഛിക്കപ്പെട്ടൊക്കെ ഇരുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ അനുഭവമാണ് യേശുക്രിസ്തു ഈ മതിൽ തകർത്തു എന്ന് പറഞ്ഞാൽ, ദൈവത്തെ ആരാധിക്കാൻ ലോകത്തുള്ള മുഴുവൻ മനുഷ്യവർഗത്തിനും ജാതിഭേദമന്യേ എല്ലാവർക്കും ക്രിസ്തുവിലൂടെ സ്വാതന്ത്ര്യം ലഭിച്ചു. ഇവിടെയാണ് നമ്മൾ അല്പസമയം ഒന്ന് ചിന്തിക്കേണ്ടത്. ഇത്രയും സ്വാതന്ത്ര്യം
ഈ പരിശുദ്ധ സഭയിൽ ക്രിസ്തു വഴി ഒരു വിമോചനത്തിൻ്റെ സദ്വാർത്തയാണല്ലോ സത്യത്തിൽ. എല്ലാവർക്കും ഒരുമിച്ച് ഒരാലയത്തിൽ വന്ന് ഒരുമിച്ച് ദൈവത്തെ ആരാധിക്കുവാനുള്ള ബലം കിട്ടി, അധികാരം കിട്ടി എന്ന് പറയുമ്പോൾ അത് യോഹന്നാൻ്റെ സുവിശേഷത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. അവനെ കൈക്കൊണ്ട് അവനെ സ്വീകരിച്ചവർക്കെല്ലാം ദൈവമക്കളാകാൻ അധികാരം കൊടുത്തു എന്നാണ്. അപ്പോൾ അത് ഏത് ജാതിയിൽപ്പെട്ടവനായാലും ഏത് വംശത്തിൽപ്പെട്ടവനാണെങ്കിലും ദൈവത്തിന് മുഖപക്ഷമില്ല എന്ന് പൗലോസിലേ പറയുന്നു. അപ്പം അങ്ങനെയാണെങ്കിൽ നമ്മുടെ നാട്ടിൽ നമ്മുടെ ചുറ്റുപാട് നമ്മൾ നടക്കുന്ന സംഭവങ്ങളൊക്കെ ഒന്ന് പരിശോധിച്ച് നോക്കേണ്ടത് നല്ലതാണ്. നമ്മൾ ക്രിസ്ത്യാനികളായിട്ടും, നമ്മൾ ക്രിസ്ത്യാനികളെന്ന് പറയുമ്പോൾ തന്നെ പ്രത്യേകിച്ച് ഇന്ത്യയിലെ ക്രിസ്ത്യാനികൾ പല മതവിഭാഗത്തിൽപ്പെട്ടവരും പല ഗോത്ര വിഭാഗത്തിൽപ്പെട്ടവരൊക്കെയാണ്. അതിലിപ്പോൾ നമ്മുടെ നാട്ടിൽ ഇതിൽ പറഞ്ഞാൽ താഴ്ന്ന ജാതിക്കാരായിട്ടുള്ള ആളുകളുണ്ട്, ഉയർന്ന ജാതിക്കാരെന്നൊക്കെ ലോകം പറയുന്ന എല്ലാവരും ഉണ്ട്, പിന്നെ ഗോത്രവർഗ്ഗക്കാരുണ്ട്. അങ്ങനെ പല രീതിയിലുള്ള പല ആചാരാനുഷ്ഠാനങ്ങളുടെ പോയിരിക്കുന്ന മുഴുവൻ ആളുകളും ക്രിസ്തുവിൻ്റെ ദർശനത്താൽ ക്രിസ്തു അവനെ നേടിയതിനാൽ ഒന്നായി തീർന്നതാണ് സഭ എന്ന് പറയുന്നത്. പക്ഷേ ഇന്നും നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ ഒരു അനുഭവത്തിലൂടെ നമ്മൾ കടന്നു പോകുന്നുണ്ടോ എന്ന് പരിശോധിക്കണം. കാരണം നമ്മൾ ഈ ക്രിസ്തുവിനെ സ്വീകരിച്ചിരിക്കുന്നത് മനുഷ്യനെ എന്താ പറയുന്നത്, തന്നെപ്പോലെ തന്നെ നിൻ്റെ അയൽക്കാരനെ തന്നെ സ്നേഹിക്കണം, നിന്നെപ്പോലെ നിൻ്റെ അയൽക്കാരനെ സ്നേഹിക്കണം എന്ന് പറയുമ്പോൾ താൻ തന്നെ സ്നേഹിക്കണം, ഒപ്പം തന്നെ താൻ തന്നെ സ്നേഹിക്കുന്ന പോലെ ഞാൻ എന്നെ സ്നേഹിക്കുന്ന പോലെ എൻ്റെ അയൽക്കാരനെ സ്നേഹിക്കണമെന്നുള്ള ആ ഒരു ചിന്തയിൽ എൻ്റെ അയൽക്കാരൻ ആരാണെന്നുള്ള ആ ഒരു അന്വേഷണത്തിൽ എൻ്റെ അയൽക്കാരൻ ക്രിസ്തുവിനെ രക്ഷകനാഥനുമായി സ്വീകരിച്ച ക്രിസ്തുവിൻ്റെ ശരീരരക്തങ്ങളിൽ പങ്കാളികളായിത്തീരുന്ന ഏതൊരു മനുഷ്യനും എൻ്റെ അയൽക്കാരനാണ്, എൻ്റെ സഹോദരനാണ്, എൻ്റെ സ്വന്തമാണെന്നുള്ളൊരു അവബോധം അവിടെ ഉള്ളിൽ വരുമ്പോൾ ഇന്നത്തെ ചിന്താഗതിക്ക് മാറ്റം വരേണ്ടിയിരിക്കുന്നു. ഇന്നത്തെ ചിന്താഗതി വളരെ മോശമായ ചിന്താഗതികളാണ്. ഈ യഹൂദന്മാരുടെ കാലത്ത് ഈ പ്രജാതികൾ ദൈവത്തിൽ നിന്ന് അകന്നു പോയതുപോലെ ഇന്നത്തെ കാലത്തും താഴ്ന്ന ഈ ലോകം പറയുന്ന അല്ലെങ്കിൽ വലിയ ആഢ്യത്വമുള്ളവർ പറയുന്ന ഈ താഴ്ന്ന ജാതിക്കാരെന്ന് പറയുന്ന ആ പ്രിയപ്പെട്ടവർ സത്യത്തിൽ ദൈവത്തിൽ നിന്നൊക്കെ ഒരുപാട് അകന്നുപോയി. കാരണം നമ്മളിന്നും ഒരു താഴ്ന്ന ജാതിയിൽപ്പെട്ടതെന്ന് പറയുന്ന ആരെങ്കിലും ക്രിസ്തുവിലേക്ക് വന്നാൽ അവനെ വിളിക്കുന്ന പേര് തന്നെ പുതുക്രിസ്ത്യാനി എന്നാണ്, മാർഗവാസി എന്നൊക്കെ. സത്യത്തിൽ അവനാണ് ആ പേരിന് യോഗ്യൻ. കാരണം ക്രിസ്തുവിൽ ദിനം പ്രതി പുതുക്കുന്നില്ലെങ്കിൽ, ക്രിസ്തുവിൽ ദിനം തോറും പുതുക്കുന്ന പ്രക്രിയ ഇല്ല എങ്കിൽ അവൻ പഴയ ക്രിസ്ത്യാനിയെ, പഴയതിനൊന്നിനും കൊള്ളൂല. അതുകൊണ്ടല്ലേ ഒരു പാട്ടുകാരൻ ഇങ്ങനെ പാടിയിട്ടുണ്ടോ, ദിനം തോറും പുതുക്കുന്ന ശക്തി എന്നിൽ, ദിനംതോറും പുതുക്കുന്ന ശക്തി എന്നിൽ ഉണ്ടാകാൻ സ്വച്ഛ ജലം വെച്ചിട്ടുള്ള പിച്ചളപാത്രം ഉണ്ടെന്ന് പറയുന്നത് ദേവാലയത്തിൽ. ദിനംതോറും പുതുക്കുന്ന ശക്തി എന്നിൽ പകരുവാൻ, ദിനംതോറും പുതുക്കുന്ന ശക്തി. ഇപ്പോൾ ഒരു പുതു ക്രിസ്ത്യാനി എന്ന് പറഞ്ഞാൽ ദിനംതോറും പുതുക്കേണ്ടവനാണ്. അപ്പോൾ അവനെ ദിനംതോറും പുതുക്കുന്നില്ലെങ്കിൽ അവൻ പഴയ ക്രിസ്ത്യാനിയാണ്. പഴയ ക്രിസ്ത്യാനി എന്ന് പറഞ്ഞാൽ അതൊരു മ്ലേച്ഛാവസ്ഥയിലേക്ക് പോയി, കാരണം അവനെ പുതുക്കമില്ല. മാർഗവാസി എന്ന് പറഞ്ഞ് കളിയാക്കും, പക്ഷേ യഥാർത്ഥത്തിൽ മാർഗവാസിയാണ്, മാർഗത്തിൽ വസിക്കുന്നവൻ, ക്രിസ്തു മാർഗത്തിൽ, ക്രിസ്തു പറഞ്ഞ ആശയങ്ങൾ ഉൾക്കൊണ്ട് ആ മാർഗത്തിൽ വസിക്കുന്നവൻ. പക്ഷേ ഇവിടെയൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇങ്ങനെയൊക്കെയാണോ നമ്മൾ മുന്നോട്ട് പോകുന്നതെന്ന് പരിശോധിച്ച് നോക്കുക. അതിൻ്റെ അവസാന ഭാഗത്തേക്ക് വരുമ്പോൾ സുവിശേഷമാണല്ലോ. സുവിശേഷം പ്രിയമുള്ളവരെ, ഈ യഹൂദന്മാരുടെ ഈ ആക്ഷേപം അത് പൂർണ്ണമാകുന്ന ഒരു അനുഭവമാണ് കാണുന്നത് സുവിശേഷത്തിൽ. യേശുവിനെ അവർ പറയുന്നത് നീ ബേൽസെബൂബിനെ കൊണ്ടാണ് ഈ പ്രവർത്തനങ്ങളൊക്കെ ചെയ്യുന്നത്. യേശുവിനെ അങ്ങ് ആക്ഷേപിക്കുക, ദൈവത്തെ തന്നെ കളിയാക്കുകയാണ്. ദൈവത്തിൻ്റെ പ്രവൃത്തി ദേവന്മാരോ അല്ലെങ്കിൽ പിശാചിൻ്റെ തലവനായിരിക്കുന്ന ആളുകളെ കൊണ്ട് ചെയ്യിക്കുക എന്നാണ് പറയുന്നത്. ബേൽസെബൂൽ, നമ്മളിവിടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പ്രിയമുള്ളവരെ, ഈ ബേൽസെബൂലിനെ കുറിച്ച് ഒരു ഭാഗത്ത് നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട്. രണ്ട് രാജാക്കന്മാരുടെ പുസ്തകം 1:2
2 രാജാക്കന്മാരുടെ പുസ്തകം 1-ാം അധ്യായം 2-ാമത്തെ വാക്യം, എക്രോണിൽ ഫിലിസ്ത്യ ദേവനായ ബാൽസെബൂബ് എന്ന് കാണുന്നുണ്ട്. ബൈബിൾ പണ്ഡിതന്മാർ പറയുന്നത് ഈ ബേൽസെബൂബ് എന്ന് പറയുന്ന ആ ഒരു സംഭവം അല്ലെങ്കിൽ ആ ഒരു നാമം ഈ പറഞ്ഞ രാജാക്കന്മാരുടെ പുസ്തകത്തിൽ കാണുന്ന ആ ദേവൻ്റെ നാമമാണെന്നാണ് പറയുന്നത്. ആ ദേവനെ അവരുടെ ആളുകൾ ആരാധിക്കുന്നവർ വലിയ ഒരു മൂർത്തിയായിട്ട് ആരാധിക്കുന്നുണ്ടെങ്കിലും യഹൂദന്മാർ ഈ ദേവനെ ആക്ഷേപിച്ചാണ് സംസാരിച്ചിരുന്നതെന്നാണ് പറയുന്നത്. അപ്പോൾ ആ ദേവനാണ് ഇവനിൽ കുടികൊള്ളുന്നത്, ആ ദേവനാണ് ഇവനിലൂടെ പ്രവർത്തിക്കുന്നതെന്ന് യേശുവിനെ ആക്ഷേപിക്കുകയാണ്. അപ്പോൾ യേശു പറയുന്നതാണ്, എൻ്റെ കൂടെ അല്ലാത്തവൻ എനിക്ക് യോഗ്യനല്ല എന്ന് പറഞ്ഞാൽ യേശുവിൻ്റെ ആശയങ്ങളെ ഉൾക്കൊള്ളാത്തവൻ യേശുവിന് യോഗ്യനല്ല. അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട 1-2 കാര്യങ്ങളുണ്ട്. അത് പറഞ്ഞ് ഞാൻ പെട്ടെന്ന് അവസാനിപ്പിക്കാം. മർക്കോസിൻ്റെ സുവിശേഷം 3-ാം അധ്യായത്തിൽ വായിക്കുന്ന ഭാഗങ്ങൾ നമുക്കൊന്ന് ചിന്തിച്ച് നോക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ദൈവമേ നന്ദി, യേശുവേ സ്തോത്രം. പ്രിയമുള്ളവരെ, അവനെ പിശാച് ബാധിച്ചിരിക്കുന്നു എന്നാണ് പറയുന്നത്. 21-ാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ കുടുംബക്കാർക്കുടെ തെറ്റിദ്ധാരണ, സ്വന്തക്കാർ അവനെ അന്വേഷിക്കാൻ വന്നു എന്നാണ് എഴുതിയിരിക്കുന്നത്. താഴോട്ട് നമ്മൾ വായിച്ചപ്പോൾ അവൻ്റെ അമ്മയും കൂടെ ഉണ്ടായിരുന്നു എന്നൊക്കെ നമുക്ക് കാണാനായിട്ട് കഴിയും. നിയമജ്ഞർ വന്നിട്ട് ആരോപിക്കുകയാണ്, ഇവൻ എന്താ പറയുന്നത്, ബേൽസെബൂബിനെ കൊണ്ടാണ്, പിശാചിൻ്റെ തലവനെ കൊണ്ടാണ് ഇത് ചെയ്തവൻ പിശാച് ബാധിച്ചിരിക്കുന്നത്, ഭ്രാന്താണെന്നൊക്കെ പറയുന്നത്. പിന്നെ അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ യേശു അതിനെ ഖണ്ഡിക്കുകയാണ്. എന്നിട്ട് യേശു പറയുന്നൊരു കാര്യമുണ്ട്, മനുഷ്യപുത്രനെതിരെ എന്ത് പറഞ്ഞാലും ക്ഷമിക്കും. യേശു അതിനെ പ്രതിരോധിക്കുന്നത്, ഒരു രാജ്യത്തിനെതിരെ ചിന്തിച്ചാൽ അതിന് നിലനിൽക്കാൻ കഴിയുമോ, സാത്താനെ തന്നെ പുറത്താക്കാൻ കഴിയുമോ, ഇങ്ങനെയൊക്കെ ചോദിക്കുന്നുണ്ട്. യേശു ദൈവപുത്രനാണെന്ന് തന്നെ സമ്മർദ്ദിക്കുകയാണ് അവിടെ. പക്ഷേ എന്നിട്ട് അവൻ്റെ അവസാനം പറയുന്നത് ഇങ്ങനെയാണ്, സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, മനുഷ്യമക്കളുടെ എല്ലാ പാപങ്ങളും അവർ പറയുന്ന ദൂഷണങ്ങളും ക്ഷമിക്കപ്പെടും. എന്നാൽ പരിശുദ്ധാത്മാവിനെതിരായി ദൂഷണം പറയുന്നവന് ഒരു കാലത്തും പാപത്തിൽ നിന്ന് മോചനമില്ല, അവൻ നിത്യപാപത്തിന് ഉത്തരവാദിയാകും. അവൻ ഇങ്ങനെ പറഞ്ഞത് എനിക്ക് അശുദ്ധാത്മാവുണ്ട് എന്ന് അവർ പറഞ്ഞതിനാലാണ്. വളരെ മ്ലേച്ഛമായിട്ട് യേശുവിനെ അങ്ങോട്ട് ആക്ഷേപിക്കുകയാണ്. അപ്പോൾ യേശു പറയാണ്, പരിശുദ്ധാത്മാവിന് എതിരെ പാപം ചെയ്താൽ അവൻ ക്ഷമിക്കുകയില്ല. അപ്പോൾ അവിടെ 1-2 കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കേണ്ടത്, അത് ചിന്തിച്ചിട്ട് അവസാനിപ്പിക്കുക. പരിശുദ്ധാത്മാവിനെതിരെയുള്ള പാപങ്ങളെന്ന് സഭ പഠിപ്പിക്കുന്ന പാപങ്ങൾ 4 എണ്ണമുണ്ട്. അത് ഒന്ന് നോക്കിയിട്ട് പോകാം. ഒന്നാമത്തേത്, ഏത് പാപം ചെയ്താലും ദൈവം കരുണ ചെയ്തു കൊള്ളുമെന്നുള്ള അനർഹമായ ചിന്ത. എന്ന് പറഞ്ഞാൽ വിശ്വാസവും സ്നേഹവുമില്ലാതെ രക്ഷ പ്രാപിക്കാമെന്നുള്ള ഒരു വ്യാമോഹം. ഇത് ഈ യഹൂദന്മാരുടെ ജീവിതത്തിൽ യേശുവായിട്ട് സംസാരിക്കുമ്പോൾ ഈ നിയമജ്ഞരുടെയൊക്കെ ഭാവത്തിൽ കാണാൻ പറ്റും നമുക്ക്. അവർ വളരെ പുച്ഛമായിട്ടാണ്, ഇവൻ ദൈവത്തിൽ നിന്ന് വന്നതാണോ എന്ന് പരിശോധിക്കാൻ മേലും നേരമില്ലാതെ അങ്ങ് അടച്ചാക്ഷേപിക്കുകയാണ്. ഈ കാലഘട്ടത്തിലും അങ്ങനെ ആളുകളുണ്ട്, അടച്ചാക്ഷേപിക്കുന്നവർ, കുടുംബത്തെ മൊത്തം ആക്ഷേപിക്കുന്നവർ. ഒരു മനുഷ്യനിൽ നിന്ന് വരുന്നത് നന്മയാണോ തിന്മയാണോ എന്ന് കാത്തിരിക്കാതെ, അയാളല്ലേ അത് തിന്മ, നമുക്കറിയാം, അയാളുടെ തലമുറ നമുക്കറിയാൻ പാടില്ല, ഇങ്ങനെ ആക്ഷേപിക്കുന്ന കൂട്ടർ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനത്തിനെതിരെ പാപമാണെന്ന് പറയുകയാണ്. ഏത് പാപം ചെയ്താലും ദൈവം കരുണ ചെയ്തു കൊള്ളുമെന്നുള്ള അനർഹമായ ചിന്ത. ഏത് പാപം ചെയ്താലും അങ്ങനെ ആളുകളുണ്ട്. സത്യവും നീതിയും വിശ്വാസമൊക്കെ അങ്ങ് വിട്ടുകളയും. രണ്ടാമത്തത് പരിശുദ്ധാത്മാവിനെതിരായ പാപം എന്ന് പറയുന്നത് നിരാശ. നിരാശപ്പെടാൻ കാര്യം 10 ഉണ്ടെങ്കിലും ആഹ്ലാദിക്കാൻ 100 ഉണ്ടെന്നാണല്ലോ പാട്ടുകാരൻ എഴുതിയിരിക്കുന്നത്. അപ്പോൾ പ്രത്യാശ പരിശുദ്ധാത്മാവിലുള്ളതാണ്. അപ്പോൾ നിരാശ പരിശുദ്ധാത്മാവിനെതിരായ പാപമാണ്. നമ്മൾ എത്ര പ്രാർത്ഥിച്ചിട്ടും നമ്മൾ എത്ര വിശ്വസിച്ചിട്ടും നമുക്ക്
നിരാശയാണ് ബലമെങ്കിൽ പ്രിയമുള്ളവർ, നമ്മൾ നമ്മുടെ വഴി കറക്റ്റല്ല, അത് പരിശോധിക്കുക. കാരണം പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനങ്ങളെന്ന് പറഞ്ഞാൽ പ്രത്യാശയാണ്. അപ്പോൾ നിരാശ പരിശുദ്ധാത്മാവിനെതിരെ പാപമാണ്. സഭ പഠിപ്പിക്കുന്ന പരിശുദ്ധാത്മാവിനെതിരെയുള്ള പാപങ്ങളിൽ മൂന്നാമത്തെ പാപമാണ് സത്യനിഷേധം. ഈ യഹൂദന്മാരുടെ ജീവിതത്തിൽ നമുക്ക് കാണാൻ കഴിയും. യേശു ആണയിട്ട് പറയുന്നുണ്ട്, ആമേൻ ആമേൻ, സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ഞാനാണ് ആടുകളുടെ വാതിൽ, ഞാനാണ് രക്ഷകൻ, എന്നെയാണ് ദൈവം അയച്ചിരിക്കുന്നത്, നിങ്ങൾ വേറൊരാളെ കാത്തിരിക്കേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞിട്ടും ഇവരങ്ങ് സത്യത്തെ നിഷേധിക്കും. ഇവർ ചുമ്മാ അങ്ങോട്ട് നിഷേധിക്കുക. ആളുകളെയൊക്കെ പൈസ കൊടുത്ത് കള്ളസാക്ഷി പറയാൻ വിളിച്ചു കൊണ്ടുവരുവാണ്. ഇന്നത്തെ കാലത്തും അങ്ങനെയൊക്കെയല്ലേ? സത്യത്തെ അങ്ങ് നിഷേധിക്കാൻ വേണ്ടി എന്തെല്ലാമാണ് കാണിക്കുന്നത്. അത് പരിശുദ്ധാത്മാവിനെതിരെ പാപമാണ്. അപ്പോൾ യേശുക്രിസ്തു പറയുന്നത്, യേശുക്രിസ്തുവിനെതിരെ എന്ത് പറഞ്ഞാലും അത് ക്ഷമിക്കും. പക്ഷേ യേശുക്രിസ്തുവിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന പരിശുദ്ധാത്മാവിനെതിരെ പറഞ്ഞാൽ അത് ഒരു കാലത്തും ക്ഷമിക്കപ്പെടുകയില്ല എന്നാണ് പറയുന്നത്. അതുകൊണ്ട് പ്രിയമുള്ളവർ ഓർക്കുക. നാലാമത്തെ ചിന്ത, അപരൻ്റെ ആത്മീയ പുരോഗതിയിലുള്ള അസൂയ. എന്നൊരു പ്രധാന ഘടകമാണ്. ഈ പരീശന്മാർ, ഈ ശാസ്ത്രിമാർ, ഈ സദൂക്യരൊക്കെ ചേർന്നിട്ട് ഈ യേശുവിനെ ഇത്രമാത്രം എതിർക്കാൻ കാരണം അവരുടെ കൂട്ടത്തിലല്ല എന്നുള്ളതാണ്. ജീവിതശൈലി കൊണ്ടും ജ്ഞാനം കൊണ്ടും പക്വത കൊണ്ടും അറിവ് കൊണ്ടൊന്നും അവരുടെ കൂട്ടത്തിലല്ല, വേറിട്ട് ജീവിക്കുക. അപ്പോൾ ജനങ്ങളെല്ലാം അവൻ്റെ കൂടെയാണ്, യേശുവിൻ്റെ കൂടെയാണ്. അപ്പോൾ ആ ആത്മീയ പുരോഗതിയിലുള്ള അസൂയ മൂത്തിട്ട് അവരെ യേശുവിനെ ഇല്ലായ്മ ചെയ്യാൻ ശ്രമിക്കുകയാണ്. അതും പരിശുദ്ധാത്മാവിനെതിരെ പാപമാണ്. അപ്പോൾ പരിശുദ്ധാത്മാവിനെതിരെ പാപം ചെയ്താൽ ക്ഷമിക്കില്ല എന്ന് മർക്കോസിൻ്റെ സുവിശേഷവും മത്തായിയുടെ സുവിശേഷത്തിലും ലൂക്കോസിൻ്റെ സുവിശേഷത്തിലൊക്കെ എഴുതി വച്ചിരിക്കുന്ന ഈ തിരുവചനം ഇത് നാളത്തെ നമ്മുടെ ധ്യാനത്തിനായിട്ട് നമ്മൾ ഉപയോഗിക്കുമ്പോൾ, അല്ലെങ്കിൽ ഇന്ന് നമ്മൾ വൈകുന്നേരം ഇതിൻ്റെ കേൾവിക്കാരായിട്ടിരിക്കുമ്പോൾ നമ്മൾ പരിശോധിക്കുക, ഈ 4 ഘടകത്തിലൂടെ നമ്മളും കടന്നു പോകുന്നുണ്ടെങ്കിൽ നമ്മളും ഒരു ഒരു അറിവില്ലാത്ത യഹൂദൻ. ക്രിസ്തു നമുക്ക് വേണ്ടി മരിച്ചു, ക്രിസ്തു നമുക്ക് വേണ്ടി ഉയർത്തെഴുന്നേറ്റു, ക്രിസ്തു നമുക്ക് വേണ്ടി സ്വർഗാരോഹണം ചെയ്തു, ക്രിസ്തു നമുക്ക് വേണ്ടി വരും, അവൻ്റെ രക്തം സകല പാപവും പോക്കി ശുദ്ധീകരിക്കും എന്ന തിരിച്ചറിവില്ലാത്ത ഒരു ബുദ്ധിയില്ലാത്ത ഒരു വിടുവായൻ, വായി തോന്നിയതെല്ലാം വിളിച്ച് ആരെയും കുറ്റം പറഞ്ഞ്, അച്ഛനെയും തെറി പറഞ്ഞ്, മെത്രാച്ചനെയും തെറി പറഞ്ഞ്, സുവിശേഷം പ്രസംഗിക്കണവനെയും തെറി പറഞ്ഞ്, ചുമ്മാ കവലകളിരുന്നും വീടുകളിരുന്നും ഘോരഘോരം മറ്റുള്ളവരെ തെറി പറയുന്ന, അവൻ മാത്രം ശരി മറ്റുള്ളവനൊക്കെ മോശക്കാരൻ എന്നുള്ള രീതിയിൽ നന്മയെ മുച്ചൂട് മുടിച്ചു കളയുന്ന ഒരു വിവരദോഷി. അപ്പോൾ ഏത് പാപം ചെയ്താലും ദൈവം കരുണ ചെയ്തു കൊള്ളുമെന്നുള്ള അനർഹമായ ചിന്ത, വിശ്വാസവും സ്നേഹവും ഇല്ലാതെ രക്ഷാ പ്രാപിക്കാമെന്നുള്ള ഒരു വ്യാമോഹത്തിൽ നടക്കുന്നവൻ. 2 പരിശുദ്ധാത്മാവിനെതിരായ പാപം നിരാശ. 3 സത്യനിഷേധം. 4 അപരൻ്റെ ആത്മീയ പുരോഗതിയിലുള്ള അസൂയ. ഇതൊക്കെ പരിശുദ്ധാത്മാവിനെതിരെ പാപമാണ്. അപ്പോൾ പ്രിയപ്പെട്ടവരെ, പരിശുദ്ധാത്മാവിനെതിരെ ഉള്ള പാപികളായി തീരാതെ പരിശുദ്ധാത്മാവിനോട് കൂടെ നിന്ന് എഫേസ്യ ലേഖനം 2 നമ്മൾ വായിച്ചതുപോലെ ക്രിസ്തുവിലെല്ലാവരും, യഹൂദനെന്നോ യവനെന്നോ, വിജാതീയനെന്നോ സ്വജാതീയനെന്നോ, ആണെന്നോ പെണ്ണെന്നോ, അടിമയെന്നോ സ്വതന്ത്രനെന്നോ ഒന്നും വ്യത്യാസമില്ലാതെ യേശുക്രിസ്തുവിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട എല്ലാവരും പുതിയ സൃഷ്ടിയാണെന്നും എല്ലാവരും ഏകോദര സഹോദരങ്ങളാണെന്നും ജഡത്തിൽ ജനിച്ചത് ജഡം, ആത്മാവിൽ ജനിച്ചത് ആത്മാവാകുന്നു, ഞാൻ നിങ്ങളോട് പറഞ്ഞ വചനം ആത്മാവും ജീവനുമാകുന്നു എന്ന തിരിച്ചറിവോടുകൂടി ആത്മീയരായി ജീവിക്കുവാൻ ഈ ധ്യാനം നമ്മളെ സഹായിക്കട്ടെ. ഈ സുവിശേഷ വായനകളൊക്കെ ഇന്നും നാളെയുമായി നമ്മുടെ ജീവിതത്തിൽ ഒത്തിരി അനുഗ്രഹങ്ങൾ ചൊരിഞ്ഞു തരട്ടെ. ഈ വായനകളൊക്കെ ഒരുക്കി നമുക്ക് തന്ന നമ്മുടെ സഭാപിതാക്കന്മാർക്കും ഒപ്പം തന്നെ സകല വിശുദ്ധന്മാർക്കും ശുദ്ധിമതികൾക്കും ഇവരെയെല്ലാം സഭയിലേക്ക് ആകർഷിച്ച് നമ്മുടെ കർത്താവും രക്ഷകനുമായ യേശുക്രിസ്തുവിനെ ഭൂമിയിലേക്ക് അയച്ച പിതാവായ ദൈവത്തിനും യേശുക്രിസ്തുവിലൂടെ ലോകത്തിന് നൽവരങ്ങൾ നൽകിയ
ആ പരിശുദ്ധാത്മാവായ ദൈവത്തിനും നന്ദി കരയേറ്റിക്കൊണ്ട് നിർത്തുന്നു. എന്നെ കേൾക്കുന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടെ നന്ദി പറഞ്ഞുകൊണ്ട് ഒത്തിരി സ്നേഹത്തോടെ ഈ വചന ശുശ്രൂഷ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. കണ്ണുകളടയ്ക്കാൻ ഒരു വാക്ക് പ്രാർത്ഥിക്കാം. നല്ല ദേവനേ, ഞങ്ങളെല്ലാവരെയും നല്ലതാക്കി നിന്നിഷ്ടത്തെ ചൊല്ലിടണമേ. പച്ചാമേച്ചിലിൽ ഞങ്ങൾ മേഞ്ഞിടുവാനായി മെച്ചമായോരാഹാരത്തെ നൽകിയിടണമേ. അന്ധകാരമാം ഈ ലോകയാത്രയിൽ ബന്ധുവായിരുന്നു വഴി കാട്ടിയിടണമേ. കർത്താവേ, അന്ധകാരമായ ലോകത്തിൽ ബന്ധുവായിരുന്ന പ്രകാശത്തിലെ ഞങ്ങളെ നയിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇങ്ങനൊരു ധ്യാനം ഞങ്ങൾക്ക് ഒരുക്കി തന്ന കൃപയ്ക്കായ സ്തോത്രം യേശുവിൻ നാമത്തിൽ ചോദിക്കുന്നു. കൃപയുടെ കേട്ടുത്തരം തരുമാറാകണമേ. ആമീൻ. ഹാലേലുയ, ഹാലേലുയ, ഹാലേലുയ. ദൈവമേ നന്ദി, ദൈവമേ സ്തുതി.